ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സ് ചാനലിലേക്ക് സ്വാഗതം. ഗോഡ്സില ഇൻഡു കോങ് എന്ന് പറഞ്ഞിട്ടുള്ള പടം അത് ഇപ്പോൾ OTT റിലീസ് ആയിട്ടുണ്ട്. പിന്നെ റോമിയോ എന്ന് പറഞ്ഞിട്ടുള്ള പടം OTT വന്നിട്ടുണ്ട്. പിന്നെ മന്ദാകിനി എന്ന് പറഞ്ഞിട്ടുള്ള മലയാള പടം മെയ് 24 തീയതി പുറത്തിറങ്ങുന്നുള്ള അറിയിച്ചുകൊണ്ട് ഒരു പോസ്റ്റർ ആക്കിയിട്ടുണ്ട്. പിന്നെ ഗരുഡൻ എന്ന് പറഞ്ഞിട്ടുള്ള സൂര്യയുടെ പടം മെയ്യിൽ റിലീസ് ആവുന്നുള്ള അറിയിച്ചിരുന്നു. ഡേറ്റ് അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ മെയ് 31 തീയതി എന്നുള്ള കൺഫേം ചെയ്തു. പിന്നെ RRPD 6 എന്ന് പറഞ്ഞിട്ടുള്ള പടം, ആ പടത്തിൻ്റെ ഫസ്റ്റ് ഷെഡ്യൂൾ റാപ്പായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കേക്കിൻ്റെ ഫോട്ടോ പുറത്ത് വന്നിട്ടുണ്ട്. അതേപോലെ ഇവരൊക്കെ ഫോട്ടോയും വന്നു. RRPD എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഭുദേവും റഹ്മാനും കൂടി വന്നിരിക്കുന്ന 6ാമത്തെ പടമാണ്. പിന്നെ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള മലയാള പടം ടൊവിനോ തോമസ് തൃശയൊക്കെ അഭിനയിക്കുന്ന പടമാണ്. ആ പടത്തിൻ്റെ തൃശയുടെ പോർഷൻസൊക്കെ കംപ്ലീറ്റ് ആയി എന്നുള്ളതാണ് കേൾക്കുന്നത്. എന്നുവെച്ചാൽ തൃശയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞു. അപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ ഞാൻ അതിൽ കാണിക്കാം. പിന്നെ ഡ്രാഗൺ എന്ന് പറഞ്ഞിട്ടുള്ള പടം പ്രദീപ് രംഗനാഥൻ്റെ അടുത്ത് ഇറങ്ങാൻ പോണ പടമാണ് ഡ്രാഗൺ എന്ന് പറഞ്ഞിട്ടുള്ള പടം. ആ പടത്തിൻ്റെ ഫസ്റ്റ് ഷെഡ്യൂൾ കംപ്ലീറ്റ് ആയി. പിന്നെ ഞാനിയുടെ ശരിപ്പോത ശനിവാരം എന്ന് പറഞ്ഞിട്ടുള്ള പടം ഇപ്പോൾ ഷൂട്ടിംഗ് നടക്കുന്ന ക്ലൈമാക്സ് ഷൂട്ടിംഗ് ആണ്. ആ ഷൂട്ടിംഗ് നടക്കുന്നത് ഹൈദരാബാദിൽ വെച്ചിട്ട് വലിയ സെറ്റ് ഇട്ടിട്ടാണെന്നുള്ളതാണ് കേൾക്കുന്നത്. പിന്നെ ഡബിൾ ഐസ്മാർട്ട് എന്ന് പറഞ്ഞ പടത്തിൽ നിന്ന് രാംപോതിനേനയുടെ ബർത്ത്ഡേ ആയിട്ട് ഒരു ടീസർ പുറത്തിറക്കിയിരുന്നു. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് തന്നെ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്നാലും ടീസർ വന്നു, ഒരു കുഴപ്പമില്ലാത്ത ടീസറായിട്ടാണ് തോന്നിയത്. പിന്നെ മാർവൽ സ്റ്റുഡിയോസിൻ്റെ അടുത്ത് ഇറങ്ങാൻ പോകുന്ന സീരീസ് ആണ് അഗാധ ഓൾ അലോങ് എന്ന് പറഞ്ഞിട്ടുള്ള സീരീസ്. അത് സെപ്റ്റംബർ 18 തീയതിയാണ് റിലീസാകുക എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ വെപ്പൻ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ട്രെയിലർ നാളെ 7:30 വരെ എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ചന്തു ചാമ്പ്യൻ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഫസ്റ്റ് ലുക്കും സെക്കൻഡ് ലുക്കും വന്നു. ഈ പടം ജൂൺ 14 തീയതിയാണ് റിലീസാവുക. പിന്നെ ജറ ഹട്കെ ജറ ബച്കെ എന്ന് പറഞ്ഞ പടം ജിയോ സിനിമയിലൂടെ മെയ് 17 തീയതി സ്ട്രീമിംഗ് ആവുന്നതാണ്. പിന്നെ ഹൃദയഹാരിയായ പ്രണയകഥ, ആ പടത്തിന് സർട്ടിഫിക്കറ്റ് ആണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പടം റിലീസായിട്ടുണ്ട്. ഒരു മിക്സ്ഡ് റെസ്പോൺസ് എന്നുള്ള രീതിയിലാണ് വരുന്നത്. എന്ന് വെച്ചാൽ കൂടുതലും നെഗറ്റീവ് രീതിയിലാണ് പറഞ്ഞു കേൾക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഇന്ന് ഗുരുവായൂർ അമ്പലനടയിൽ എന്ന് പറഞ്ഞിട്ടുള്ള പടം പുറത്തിറങ്ങിയിരുന്നു. പൃഥ്വിരാജും ബേസിൽ ജോസഫ്, നിഖില വേമ്പിൽ, അനശ്വര രാജനൊക്കെ അഭിനയിച്ച പടമാണ്. ഈ പടത്തിന് അത്യാവശ്യം നല്ല അഭിപ്രായമാണ് കൂടുതലും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് സർട്ടിഫിക്കറ്റ് ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇതിൻ്റെ റിലീസിന് മുന്നായിട്ട് റിലീസിങ് ടീസർ എന്ന് പറഞ്ഞിട്ട് ടീസർ പുറത്തിറക്കിയിരുന്നു. അത് നല്ല രസമായിരുന്നു. പിന്നെ പടത്തിലത്തെ K4 കല്യാണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ സോങ്ങും പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പടത്തിൻ്റെ കേരള പ്രീ സെയിൽസ് ആയിട്ട് കണക്കാക്കിയിരുന്നത് 1.31 കോടിയാണ്. ഇപ്പോൾ കേൾക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പടത്തിന് നല്ല റിവ്യൂസൊക്കെ ആയിരുന്നു തന്നെ ഫസ്റ്റ് ഡേയിൽ 3 കോടിയുടെ മുകളിലേക്ക് കളക്ഷൻ വരും എന്നുള്ളതാണ് കേൾക്കുന്നത് കേരളത്തിൽ നിന്ന്. പിന്നെ ഇപ്പോൾ തമിഴിലെ PT സാർ എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിന് സർട്ടിഫിക്കറ്റ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. പടം മെയിലിൽ റിലീസാകുമെന്ന് മാത്രമേ അറിയിച്ചിട്ടുള്ളൂ, ഡേറ്റ് അറിയിച്ചിട്ടില്ല. പിന്നെ തഗ് ലൈഫ് എന്ന് പറഞ്ഞ കമലഹാസൻ്റെ പടത്തിൻ്റെ ഇൻ്റർനാഷണൽ തിയേറ്ററിൽ ഡിസ്ട്രിബ്യൂഷൻ പാർട്ണർ ആയിട്ടുള്ളത് AP ഇൻ്റർനാഷണലും ഹോം സ്ക്രീൻ എൻ്റർടൈൻമെൻറ്റുമാണ് എന്നുള്ളത് അറിയിച്ചിട്ടുണ്ട്. പിന്നെ മിസ്റ്റർ ആൻഡ് മിസ്സിസ് മഹി എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഒഫീഷ്യൽ ട്രെയിലർ പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ പഞ്ചായത്ത് എന്ന് പറഞ്ഞിട്ടുള്ള സീരീസിൻ്റെയും ട്രെയിലർ പുറത്തിറങ്ങിയിട്ടുണ്ട്. സീസൺ 3 ആണ് വരാൻ പോകുന്നത്. അത് മെയ് 28 തീയതി വരെ എന്നുള്ളതും അറിയിച്ചിട്ടുണ്ട് ആമസോൺ പ്രൈമിലൂടെ. പിന്നെ തലവൻ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഒഫീഷ്യൽ ട്രെയിലർ പുറത്തിറങ്ങിയിട്ടുണ്ട്. വിജയ് മേനോൻ ആസിഫലിയൊക്കെ അഭിനയിക്കുന്ന പടമാണ്. ട്രെയിലർ കണ്ടിട്ട് ഒരു നല്ല പടമാകാനുള്ള ചാൻസസ് ഉണ്ട് എന്നാണ് തോന്നുന്നത്. പിന്നെ സൂര്യ 44 കാർത്തിക് സുരാജാണ് ഈ സൂര്യ 44 എടുക്കുന്നത്. അപ്പോൾ അതിൽ വെൽക്കം ഓൺ ബോർഡ് സൺ എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്റർ വന്നിട്ടുണ്ട്. സന്തോഷ് നാരായണൻ്റെ ബർത്ത്ഡേ വിഷയം പോസ്റ്റർ ആക്കിയിട്ടുള്ളതാണ്. സംഭവ ഈ പടത്തിൽ മ്യൂസിക് ചെയ്യുന്നത് സന്തോഷ് നാരായണനാണെന്നുള്ള അറിയിച്ചുകൊണ്ടാണ് ഈ പോസ്റ്റർ വന്നിട്ടുള്ളത്. പിന്നെ റായ് എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഓഡിയോ ലോഞ്ച് ജൂൺ 1 തീയതി നടക്കുന്ന രീതിയിൽ പറഞ്ഞു കേൾക്കുന്നുണ്ട്. കാരണം ജൂൺ 13 തീയതിയാണ് പടം റിലീസാകാൻ പോകുന്നത്. അപ്പോൾ മിക്കവാറും ജൂൺ 1 തീയതി ഓഡിയോ ലോഞ്ച് വരാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ ദേവര പാർട്ട് 1 എന്ന് പറഞ്ഞിട്ടുള്ള NTRൻ്റെ പടം, ആ പടത്തിൻ്റെ ഫസ്റ്റ് സോങ് വരാൻ പോവാണ്. ഫിയർ സോങ് എന്ന് പറഞ്ഞിട്ടുള്ളത് മെയ് 19 തീയതിയാണ് വരാൻ പോകുന്നത്. അതിൻ്റെ ടൈമൊന്നും അറിയിച്ചിട്ടില്ല. പിന്നെ നഹാസ് ഹിദായത്ത് എടുക്കാൻ പോകുന്ന ദുൽഖർ സൽമാൻ്റെ പടം ഏകദേശം കൺഫേം ആയി എന്നുള്ള രീതിയിലാണ് കേൾക്കുന്നത്. ഇത് ദുൽഖർ സൽമാൻ്റെ അടുത്ത മലയാള പ്രൊജക്റ്റ് ആയിരിക്കും എന്നുള്ളതും കേൾക്കുന്നുണ്ട് ഇപ്പോൾ. പിന്നെ ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറഞ്ഞിട്ടുള്ള തളപതി വിജയുടെ പടം, അവിടത്തിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് തുടങ്ങി എന്നുള്ള അർച്ചന കൽപ്പതി സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. അതേമാതിരി ഇപ്പോൾ അതിൻ്റെ VFX വർക്ക് ലോല VFX എന്ന് പറഞ്ഞ കമ്പനി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെന്നുള്ളതും അറിയിച്ചുകൊണ്ടൊരു സ്റ്റോറി ഇട്ടിട്ടുണ്ട്. എന്നുവെച്ചാൽ മിക്കവാറും ആ യങ് ക്യാരക്ടറായിട്ടൊരു ക്യാരക്ടറിനെ കാണിക്കുന്നുണ്ട് പടത്തിൽ. ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിൽ ആ ഏജ്ഡ് ക്യാരക്ടറിൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ആൾ. അതേമാതിരി സെക്കൻഡ് ലുക്ക് പോസ്റ്ററിൽ വണ്ടിയുടെ ബാക്കിൽ ഇരുന്നിരുന്ന ആൾ. അതിൻ്റെ വർക്കായിരിക്കും കൂടുതൽ ഉണ്ടാവുക എന്ന് തോന്നുന്നുണ്ട്. പിന്നെ അതുകൂടാതെ കൂടുതൽ VFX വർക്കൊക്കെ ഉള്ള പടം എന്ന് തോന്നുന്നുണ്ട്. പിന്നെ പടത്തിൻ്റെ സാറ്റലൈറ്റ് റൈറ്റ്സ് ZTV എടുത്തെന്നുള്ളതാണ് കേൾക്കുന്നത് 93 കോടിക്ക്. എന്നുവെച്ചാൽ ഏറ്റവും വലിയ തുകക്കാണ് ഇപ്പോൾ ഇതിൻ്റെ സാറ്റലൈറ്റ് റൈറ്റ്സ് വിറ്റ് പോയിരിക്കുന്നത് എന്നുള്ള രീതിയിലാണ് കേൾക്കുന്നത്. സെക്കൻഡ് എടുക്കുന്ന ലീവാണ് 80 കോടിയായിട്ട്. തേർഡ് പുഷ്പ 2 ആണ് 65 കോടിയായിട്ട്. പിന്നെ ഇപ്പോൾ ഈ കാണിച്ച 2 പോസ്റ്ററും ഫാൻമെയ്ഡ് പോസ്റ്റേഴ്സാണ്. പിന്നെ മമ്മൂട്ടിയുടെ അടുത്ത വരാൻ പോണ പടങ്ങളിൽ അടുത്തത് മിക്കവാറും എന്തായാലും ജിതിൻ K ജോസ് സംവിധാനം ചെയ്യുന്ന പടമായിരിക്കും. അത് കഴിഞ്ഞാൽ ഗൗതം വാസുദേവ് മേനോന് മമ്മൂട്ടിനെ വെച്ചിട്ട് പടം ചെയ്യേണ്ടതെന്നുള്ള രീതിയിൽ കേൾക്കണം. അതിൽ നയൻതാര ആയിരിക്കും നായിക എന്നുള്ളതാണ് കേൾക്കുന്നത്. പിന്നെ ദുൽഖർ സൽമാൻ്റെ ABCD എന്ന് പറഞ്ഞ പടത്തിൻ്റെ കഥ എഴുതിയ ആളായിരിക്കും ഈ പടത്തിൻ്റെ സ്ക്രിപ്റ്റ് ചെയ്യാന്നുള്ളതും കേൾക്കുന്നുണ്ട്. കൺഫേം ഒന്നും ആയിട്ടില്ല, പക്ഷേ റൂമേഴ്സ് വരുന്നതാണ്. പിന്നെ മമ്മൂട്ടിയുടെ ടെർബോ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ട്രെയിലർ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു 12 തീയതി. അപ്പോൾ അതിൻ്റെ ട്രെയിലർ ലോഞ്ച് ഇവൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫോട്ടോ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. എന്തായാലും ട്രെയിലർ പുറത്തിറങ്ങി അതിൻ്റെ തമ്പനിയിൽ ഇതാണ്. ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിൻ്റെ സെയിം
ഇതിലാണ് വെച്ചിട്ടുള്ളത് ട്രെയിലർ എന്നുള്ളത്. അതിലൊരു ട്രെയിലർ പുറത്തിറങ്ങിയെന്ന് പറഞ്ഞിട്ട് ഇട്ട പോസ്റ്റർ ഇതാണ്. തിയേറ്ററിൽ റിലീസായ ഒരു പോസ്റ്റർ ഉണ്ടായിരുന്നു, ഫ്ലക്സ്. അത് ഞാൻ സ്ക്രീനിൽ മുന്നേ കാണിച്ചതായിരുന്നു. അതേ പോസ്റ്റർ വെച്ചിട്ടാണ് ഇത് ഇറക്കിയിട്ടുള്ളത്. ഇതിൽ ട്രെയിലർ ഗംഭീരം തന്നെയായിരുന്നു. ട്രെൻഡിങ് 1 ആയിരുന്നു യൂട്യൂബിൽ. 1 മില്യൺ കഴിഞ്ഞ് 2.3 മില്യൺ കഴിഞ്ഞ് പിന്നെ 3 മില്യണും കഴിഞ്ഞ് ഇപ്പോൾ എന്തായാലും 5 മില്യണിലാണ് നിൽക്കുന്നത്. 5.5 മില്യണായിട്ട് ആവാനായിരിക്കണം. പടത്തിൻ്റെ ട്രെയിലറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫുള്ള് ഇടിയായിട്ടുള്ള ട്രെയിലർ തന്നെയാണ് ഇറക്കിയിട്ടിട്ടുള്ളത്. എന്നുവെച്ചാൽ കുറേ ഷോർട്സ് വെച്ചിട്ടുണ്ട്. ഫാസ്റ്റ് കട്ടിങ് രീതിയിലാണ് പടത്തിൻ്റെ ട്രെയിലർ കാണിച്ചിട്ടുള്ളത്. റിപ്പീറ്റ് വാല്യുള്ള ട്രെയിലറായിട്ടാണ് തോന്നിയത്. പടം എന്തായാലും ഗംഭീരമാവണം. പിന്നെ രാജീവ് ഷെട്ടിയുടെ എൻട്രിയൊക്കെ സൂപ്പറായിട്ടുണ്ട്. ഹെലികോപ്റ്ററിലൊക്കെ വന്നിട്ടാണ് ഇറങ്ങുന്നത്. പിന്നെ മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് ന്യൂ ഇന്ത്യൻ മൂവി ആയിട്ട് ഇപ്പോൾ മാറിയിട്ടുണ്ട് ടെർബോ എന്ന് പറഞ്ഞിട്ടുള്ള പടം. കൽക്കി 2898 AD എന്ന് പറഞ്ഞ പടമായിരുന്നു ഫസ്റ്റിലുണ്ടായിരുന്നത്. ആ പടത്തിന് കടത്തി കിട്ടിയിട്ട് ഇപ്പോൾ 32.1% ഇൻട്രസ്റ്റ് നേടിയിട്ടുണ്ട് ടെർബോ. രണ്ടാം സ്ഥാനത്താണ് ഇപ്പോൾ കൽക്കി എടുക്കുന്നത് 26.8 എന്തായാലും അതിൽ വന്നിട്ടുള്ള പോസ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളും മടക്കുത്തുന്ന രീതിയിലുള്ളൊരു പോസ്റ്ററാണ്. അതിൻ്റെ ഒരു സ്റ്റില്ലും പുറത്ത് വന്നിട്ടുണ്ട്, ഞാൻ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് എന്ന രീതിയിൽ നോക്കുമ്പോൾ 33% ആയിട്ടുണ്ട് ടെർബോ. കൽക്കി 25% ആയിട്ടുള്ളത്. പിന്നെ ടെർബോയിലത്തെ ക്യാരക്ടർ പോസ്റ്റേഴ്സ് വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൽ രാജ്ബി ഷെട്ടിയുടെ പേര് വെട്രിവേൽ ഷൺമുഖ സുന്ദരം എന്നാണെന്നുള്ളത് അറിയിച്ചുകൊണ്ട് പോസ്റ്റർ ഇറക്കിയിട്ടുണ്ട്. ഒരു ഗംഭീര പോസ്റ്ററായിട്ട് തന്നെയാണ് തോന്നിയത്. പിന്നെ അഞ്ജന ജയപ്രകാശിൻ്റെ പേര് ഇന്ദുലേഖ എന്നുള്ളതും അറിയിച്ചിട്ടുണ്ട്. ഇതൊക്കെ മുന്നേ ലീക്ക് ആയതായിരുന്നു, നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് ഒഫീഷ്യലായിട്ടുള്ള പോസ്റ്റർ കാരണം ഒന്നുകൂടി പറയുകയാണ്. പിന്നെ ബിന്ദു പണിക്കരുടെ പേര് റോസാക്കുട്ടി എന്നുള്ളതെന്നും അറിയിച്ചിട്ടുണ്ട്. ഈ ക്യാരക്ടറിനെ കാണിച്ചിട്ടുള്ളത് കുറച്ച് ചെറിയ കുട്ടികളുടെ കൂടെ ഗെയിം കളിക്കുന്ന രീതിയിലാണ് കാണിച്ചിട്ടുള്ളത്. ഇതും അത്യാവശ്യം നല്ല പോസ്റ്ററായിട്ട് തന്നെയാണ് തോന്നിയത്. പിന്നെ ടെർബോയുടെ ഒരു ഫാൻ മെയ്ഡ് പോസ്റ്റർ വന്നിരുന്നു. പള്ളിപ്പെരുന്നാളിൻ്റെ സമയത്തുള്ള ഒരു പോസ്റ്റർ ഫാൻ മെയ്ഡ് ആക്കിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ക്ലിയർ കുറവാണ്, പക്ഷേ രസമുണ്ട്. പിന്നെ പടത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട്, എക്സ്ക്ലൂസീവ് ഇൻ്റർവ്യൂ. ടെർബോ ട്രിപ്പ് നല്ല രീതിയിൽ കൊടുത്തിട്ടാണ് ഇറക്കിയിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ പ്രൊമോഷനൊക്കെ വേറെ ലെവലിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ക്രിസ്പോ എന്ന് പറഞ്ഞിട്ടുള്ള ബനാന ചിപ്സിൻ്റെ പാക്കറ്റിൻ്റെ മുകളിലൊക്കെ ഇതിൻ്റെ സ്റ്റിക്കറും സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ ഫസ്റ്റ് ടെർബോ അനൗൺസ് ചെയ്ത സമയത്തൊരു കൈ വെച്ച് ഇങ്ങനെ അടിക്കുന്ന രീതിയിലുള്ളൊരു പോസ്റ്ററായിരുന്നു. അതും അതേമാതിരി ഫസ്റ്റ് ലുക്കിലത്തെ ആ ലുക്കും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഈ ടെർബോ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഒരു ബിഗ്ഗസ്റ്റ് പ്രൊമോഷൻ ഇവൻറ്റ് ഖത്തറിൽ വെച്ച് നടക്കാൻ പോകുന്നുണ്ട്. നാളെ നടക്കാൻ പോകുന്നത് 6 മണിക്ക്. പിന്നെ പടത്തിന് URA സർട്ടിഫിക്കറ്റാണ് കിട്ടിയിട്ടുള്ളത് സെൻസറിങ് കഴിഞ്ഞപ്പോൾ. 2 മണിക്കൂർ 35 മിനിറ്റാണ് റൺ ടൈമായി പറഞ്ഞു കേൾക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഈ കാണിച്ചിട്ടുള്ള പോസ്റ്റർ ഇന്നലെ മമ്മൂട്ടി പുറത്തിട്ടുള്ളൊരു സ്റ്റില്ലാണ്. പിന്നെ ഇറ്റലിയിൽ ഈ പടം ഇറക്കുന്നത് ഇൻഡസർ എൻ്റർടൈൻമെൻ്റ് ആണെന്നുള്ള അറിയിച്ചുകൊണ്ട് ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട്. പിന്നെ പടം ഫിൻലൻഡിൽ ഇറക്കുന്നത് റാസ എൻ്റർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമ്പനിയാണ്. പിന്നെ പടത്തിൻ്റെ ബുക്കിംഗ് വെള്ളിയാഴ്ചയോ ശനിയാഴ്ചയോ ഞായറാഴ്ച ആയിട്ട് തുടങ്ങുമെന്നുള്ളതാണ് കേൾക്കുന്നത്. പിന്നെ പടം 500-ലും കൂടുതൽ സ്ക്രീനിൽ പുറത്തിറങ്ങുമെന്നൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷേ അത് ഫേക്കാന്നുള്ള രീതിയിലും പറഞ്ഞു കേൾക്കുന്നുണ്ട്. മിക്കവാറും ഒരു 350-400 ആ റേഞ്ചിലുള്ള സ്ക്രീൻസിലായിരിക്കും മിക്കവാറും വരും. കാരണം ഗുരുവായൂർ അമ്പൽ നടൻ എന്ന് പറഞ്ഞിട്ടുള്ള പടം, ഹൃദയകാരിയായ പ്രണയകഥ എന്ന് പറഞ്ഞിട്ടുള്ള പടം, ആ പടത്തിന് റണ്ണ് കിട്ടണമെങ്കിൽ എന്തായാലും സ്ക്രീൻ വേണം. അപ്പോൾ കൂടുതൽ കുറക്കാനുള്ള ചാൻസസ് ഇല്ല. ചിലപ്പോൾ ഫസ്റ്റ് ഡേയിൽ 500 സ്ക്രീനിൽ റിലീസായിട്ട് പിന്നെ മാറ്റും എന്നുള്ള രീതിയിലും അറിയത്തില്ല. മിക്കവാറും ഒരു 350-400 സ്ക്രീനിലൊക്കെ ആയിരിക്കും വരുന്നുണ്ടായിരിക്കുക. എന്തായാലും മമ്മൂട്ടിയുടെ കരിയറിൽ ഒരു വലിയ റിലീസ് തന്നെയാണ് ടെർബോക്ക് വരാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സിന് കിട്ടാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ.